+1 ട്രയൽ അലോട്ട്മെന്റ് നോക്കിയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുകയും എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ ഡാറ്റ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മാർക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കൂളുകളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ ഡിസോർഡർ ആയില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഓർഡറിൽ വല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇനി ഒരു മാറ്റവും വരുത്താം. നിങ്ങൾ ആ എഡിറ്റ് ഓപ്ഷൻ എങ്ങാനും അറിയാതെ എന്താണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഏറ്റവും അവസാനം, അതായത് നേരെ എഡിറ്റ് ഓപ്ഷൻ എടുക്കുക, നേരെ അവിടെ എല്ലാ സാധനവും നെക്സ്റ്റ് അടിച്ച് പോയിട്ട് ഏറ്റവും അവസാനമായിക്കൊണ്ട് സബ്മിറ്റ് അല്ലേ, നമ്മൾ ഏറ്റവും അവസാനം ഒരു കോളത്തിൽ ചെറിയ ടിക്ക് ഇടാണ്ട്, അതിൽ നമ്മൾ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതിൽ ടിക്ക് ഇടാണ്ട് ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് ഉണ്ട്, ആ സബ്മിറ്റ് കൊടുത്തിരിക്കണം നിങ്ങൾ. ആ സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ 2 സാധനമേ കാണാൻ സാധിക്കുള്ളൂ. അവിടെ ഒന്ന് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ്, അതുപോലെ തന്നെ പിന്നെ വേറെ എന്താ നിങ്ങളുടെ റാങ്ക്, 2 കാര്യങ്ങൾ അവിടെ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് എന്തെങ്കിലും രീതി, കാരണം എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇത് സബ്മിറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അലോട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ പുറത്താവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ ഇതിന് ഫൈനൽ സബ്മിഷൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, പണി പാളും. ഇന്ന് 5 മണി വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള സമയം എന്നാണ് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് വേഗം നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അത് മാത്രം പറയാൻ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി കാണാതെ വരെ ബൈ, താങ്ക് യു.